1984 ജനുവരി 22 മാവേലിക്കരയിലെ ആളൊഴിഞ്ഞ വയലിൽ നിന്ന് ഉയർന്ന ആ തീജ്വാലകൾ കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ചുരുളഴിയാത്ത രഹസ്യത്തിന് തുടക്കം കുറിച്ചു. കത്തിക്കരിഞ്ഞ കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ ആ മൃതദേഹം ആരുടേതായിരുന്നു? കൊല്ലപ്പെട്ടത് ആരായിരുന്നു? കൊലപാതകം എവിടെ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു കൊലപാതകത്തെ കുറിച്ചല്ല. 4 പതിറ്റാണ്ടായി നിയമത്തെയും പോലീസിനെയും വട്ടം കറക്കുന്ന കേരളം കണ്ട ഏറ്റവും വലിയ കുപ്രസിദ്ധനായ ആ പിടികിട്ടാപ്പുള്ളിയെ കുറിച്ചാണ്. സുകുമാരക്കുറുപ്പ്. ചെങ്ങന്നൂർ താണുവേലിൽ ശിവരാമക്കുറുപ്പിന്റെ മകൻ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഒരു സാധാരണക്കാരനായ ജീവിതം തുടങ്ങിയ അയാൾ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് എത്തിയത്? എയർഫോഴ്സിലെ സേവനകാലത്ത് തന്നെ തന്ത്രങ്ങൾ മെനയാൻ പഠിച്ച ഒരാളായിരുന്നു സുകുമാരക്കുറുപ്പ്. വ്യാജരേഖകൾ ചമച്ച് മരിച്ചതായി പ്രഖ്യാപിച്ച് വിദേശത്തേക്ക് കടന്നതു മുതൽ അയാളുടെ കുറ്റകൃത്യങ്ങളുടെ പരമ്പര തുടങ്ങുന്നു. അബുദാബിയിലെ ആഡംബര ജീവിതം, ഭാര്യ സരസമ്മയുമായുള്ള വിവാഹം, സൗഹൃദങ്ങൾ. എന്നാൽ പെട്ടെന്ന് കമ്പനി പൂട്ടിയതോടെ അയാളുടെ ആഡംബര ജീവിതത്തിന് ഭീഷണി വരുന്നു. പണം കണ്ടെത്താൻ അയാൾക്ക് മുന്നിൽ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇൻഷുറൻസ് തട്ടിപ്പ്. ഒരു ജർമ്മൻ മാസികയിലെ വാർത്താശകലം കുറുപ്പിന്റെ തലയിൽ ഒരു പൈശാചികമായ ആശയം വിതച്ചു. ഇൻഷുറൻസ് പണം തട്ടാൻ ഒരാളെ കൊന്ന് കാറിലിട്ട് കത്തിക്കുക. അതിനായി അയാൾ തിരഞ്ഞെടുത്തത് തന്റെ വിശ്വസ്തരായ സുഹൃത്തുക്കളെയാണ്, ഷാഹുവും ഭാസ്കരപിള്ളയും. പക്ഷെ മൃതദേഹം എവിടെ നിന്ന് കിട്ടും? ആദ്യം മെഡിക്കൽ കോളേജ്, പിന്നെ സെമിത്തേരി. ഒന്നും നടക്കാതെ വന്നപ്പോൾ കുറുപ്പെടുത്ത തീരുമാനം അങ്ങേയറ്റം ഭീകരമായിരുന്നു. കരുവാറ്റയിൽ വെച്ച് ലിഫ്റ്റ് ചോദിച്ച ചാക്കോ എന്ന നിർഭാഗ്യവാൻ, സുകുമാരക്കുറുപ്പിന്റെ അതേ രൂപസാദൃശ്യമുള്ള ആൾ. വിധി അന്ന് ചാക്കോയെ കുറുപ്പിന്റെ കാറിലെത്തിച്ചു. കുറുപ്പ് എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തു. താൻ മരിച്ചെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. എന്നാൽ പോലീസ് ഡിവൈഎസ്പി ഹരിദാസിന്റെ അന്വേഷണ ബുദ്ധിക്ക് മുന്നിൽ എല്ലാം പൊളിഞ്ഞു. മരണവീട്ടിൽ നടന്ന ആഘോഷവും അവിടുത്തെ വറുത്ത മീനും ഇറച്ചിയും പോലീസ് സംശയിച്ചു തുടങ്ങി. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഡോക്ടർ ബി ഉമാദത്തന്റെ പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നതിനു മുന്നേ ചാക്കോ മരിച്ചു എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. ഭാസ്കരപിള്ളയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ചാക്കോയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ നിമിഷം കുറുപ്പ് അപ്രത്യക്ഷനായി. മദ്രാസ്, ഭൂട്ടാൻ, നേപ്പാൾ. ദശകങ്ങളായി അയാൾ ഒരു മായാവിയെ പോലെ ഒളിച്ചു നടക്കുന്നു. ഇന്നും പലയിടങ്ങളിൽ നിന്നും കുറുപ്പിനെ കണ്ടെന്ന വാർത്തകൾ വരുന്നു. ഒരു നേഴ്സ് പറഞ്ഞതുപോലെ അയാൾക്ക് പല ഭാഷകൾ സംസാരിക്കാൻ അറിയാം. അവൻ എവിടെയാണ്? ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ, അതോ കാലത്തിന്റെ യവനികക്കുള്ളിൽ മറഞ്ഞുപോയോ? സുകുമാരക്കുറുപ്പ് എന്ന പേര് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുറിവായി അവശേഷിക്കുന്നു. നീതി കാത്തു നിൽക്കുന്ന ചാക്കോയുടെ കുടുംബത്തിനും ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കി വെക്കുന്ന ഈ കേസിനു മുന്നിൽ സമയം ഒരു സാക്ഷിയാണ്. കുറുപ്പ് പിടിക്കപ്പെടുമോ, അതോ അജ്ഞാതനായി അയാൾ ചരിത്രത്തിൽ തുടരുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇത്തരം അന്വേഷണാത്മക വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.